ഇടതുകോട്ടയായ വൈക്കം തിരിച്ചുപിടിക്കാനുള്ള നിയോഗമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ബിനിമോൻ ഏറ്റെടുത്തിരിക്കുന്നത്. NDA സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന മുൻ CPI നേതാവും വൈക്കം MLAയുമായിരുന്ന K. അജിത്ത് CPIയുടെ വോട്ട് ചോർത്തുമെന്നതാണ് ബിനിമോന്റെ ആത്മവിശ്വാസം കൂട്ടുന്നത്. കോൺഗ്രസ് സംഘപരിവാറിന് കീഴ്പ്പെട്ടു എന്ന സണ്ണി M. കബിക്കാടിന്റെ ആരോപണം തെറ്റാണെന്നും ബിനിമോൻ പറഞ്ഞു. ഇടതുകോട്ടയാണ് ആ വൈക്കം തിരിച്ചു പിടിക്കണമെന്നുള്ളത് UDFന്റെ കാലങ്ങളായുള്ള ആവശ്യമാണ്. അവിടെയാണ് പ്രാദേശികമായി ഒരുപാട് ബന്ധങ്ങളുള്ള ഒരു കോൺഗ്രസ് നേതാവായ ബിനിമോനെ കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത്. പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെയൊരു സ്ഥാനാർത്ഥിത്വം? ഒരിക്കലുമില്ല. അത് വൈക്കത്തെ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ, 2 ബ്ലോക്ക് പ്രസിഡന്റുമാർ, അതായത് PD ഉണ്ണി വൈക്കം ബ്ലോക്ക് പ്രസിഡന്റാണ്, MK ഷിബു തലോൽമ ബ്ലോക്ക് പ്രസിഡന്റാണ്, അതുപോലെ നമ്മുടെയൊക്കെ ഏറ്റവും ബഹുമാന്യനായ നേതാവ് മോഹൻഡി ബാബു അടക്കം വൈക്കത്തെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും അടക്കം ഈ പ്രിയപ്പെട്ട സീതു യൂത്ത് കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരടക്കം എനിക്കായി, അതായത് വൈക്കത്തിനായി സംസാരിച്ചതുകൊണ്ടാണ് എനിക്ക് ഇതുപോലൊരു അവസരം കിട്ടിയത്. ഞാൻ ഏറ്റവും ഒരു സാധാരണക്കാരനാണ്. അവിടെ നിന്നും ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ UDF നേതൃത്വം, UDF ടീം, UDF അംഗീകരിച്ചതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സാറിനെ പോലെ ജനകീയനായ ഒരു നേതാവിൻ്റെ വളരെയധികം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ തുടക്കം കുറിക്കുകയാണ്. തീർച്ചയായും വൈക്കത്തിൻ്റെ ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് CPI കോട്ടകൾ പല സ്ഥലത്തും വിള്ളൽ വീണുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തീർച്ചയായും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ജനപ്രതിനിധിയായി ഇരുന്ന സമയം മുതൽ ഇന്ന് വരെ സാധാരണക്കാരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുവാൻ എനിക്ക് അവസരം തന്നിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി. തീർച്ചയായും കോൺഗ്രസ് പാർട്ടിയും UDFും എന്നിൽ ഏൽപ്പിച്ചിട്ടുള്ള കർത്തവ്യം തീർച്ചയായും ഏതറ്റം വരെയുള്ള പ്രവർത്തനത്തിലൂടെയും ഞാൻ നേടിയെടുക്കും. അതിനുള്ള CPIയുടെ കോട്ട തകർക്കാൻ കഴിയും. തീർച്ചയായിട്ടും CPIയുടെ കോട്ടയൊന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. തീർച്ചയായും നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിലെ നേതൃത്വവും കോൺഗ്രസ് പാർട്ടിക്കാരും മുഴുവൻ പേരും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ ആ CPIയുടെ കോട്ടയൊന്നുമല്ല. തീർച്ചയായും ഇത്തവണ നമ്മൾ UDF അത് നേടിയെടുക്കും. K. അജിത്ത് കൂടി അവിടെ വരുന്നുണ്ട്, BJP-കാരനായിട്ടാണ് വരുന്നത്. അതെങ്ങനെയാണ്? CPIയുടെ രണ്ട് ടേം MLA ആയിരുന്നു. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട CPM കുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹം പോലും CPI വിട്ട് ഇപ്പോൾ മറ്റൊരു പാർട്ടിയിലേക്ക് മാറിയിരിക്കുമ്പോൾ തീർച്ചയായും ആ CPIയിലുള്ള അധപതനം എത്രത്തോളം വലുതാണെന്ന് നമ്മൾ ഓരോരുത്തർക്കും മനസ്സിലാവും. CPIയുടെ വോട്ട് കുറയ്ക്കാൻ അജിത്തിന്റെ സ്ഥാനാർത്ഥിത്വം കാരണമാകും. തീർച്ചയായും അവിടുത്തെ ഏറ്റവും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് വലയമുണ്ട്. ആ വലയത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട CPI വോട്ടുകൾ വരെ ഇന്ത്യയിലേക്ക് പോകും എന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൂടിയാണ് കോൺഗ്രസിന്റെ ഒരു കോൺഫിഡൻസ്. തീർച്ചയായും അതൊരു വലിയ കോൺഫിഡൻസ് തന്നെയാണ്. അദ്ദേഹത്തിനുള്ള ഒരു സുഹൃത്ത് വലയം വലുതാണ്. അത് CPIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികളാണ് അതിൻ്റെ ഉള്ളത്. ആ വോട്ടുകൾ പോകുമ്പോൾ തീർച്ചയായും ഇത്തവണ ടീം UDF എന്ന് പറയുന്നത് ഇതിനോടൊപ്പം നിന്നുകൊണ്ട് വൈക്കത്തെ മുഴുവൻ 2 ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരും അടക്കം അവിടെയുള്ള നേതാക്കന്മാർ മോഹൻഡി ബാബു ചേട്ടൻ അടക്കമുള്ളവരും വളരെ ശക്തമായ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത്. ഇടയ്ക്ക് സണ്ണി M. കബിക്കാടിനെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരാനുള്ള നീക്കം പ്രാദേശിക നേതൃത്വമൊക്കെ ഇടപെട്ടു എന്നൊക്കെയുള്ള വിവരം ഉണ്ടായിരുന്നു. അത് അദ്ദേഹം വലിയ പ്രതികരണമൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും സണ്ണി M. കബിക്കാട് സാറിനെ ഞാൻ വളരെ അധികം ആദരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ദളിത് മേഖലയിൽ വളരെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളാണ്. തീർച്ചയായും മറ്റു സാമുദായിക ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരെ ഒന്നടങ്കം അധിക്ഷേപിക്കുകയും വൈക്കത്ത് ഞങ്ങൾ കോൺഗ്രസ്സുകാർ ഒന്നടങ്കം ആരാധിക്കുകയും ലോകം ആദരിക്കുകയും ചെയ്യുന്ന പലരെയും, അങ്ങനെ ഞാൻ അദ്ദേഹത്തെ പറ്റി പറയാൻ ഞാൻ ആളല്ല. ഞാൻ വളരെ ഞാൻ MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് PG ചെയ്തത്. ആ സമയം മുതലേ അദ്ദേഹത്തിന് എനിക്ക് പരിചയമുണ്ട്. സംഘപരിവാർ നിങ്ങൾ കീഴ്പ്പെട്ടു എന്നൊക്കെയാണ് അദ്ദേഹം നടത്തുന്ന പ്രതികരണം. അതൊന്നും ഒരിക്കലും ശരിയല്ല. അതൊക്കെ വളരെ ഉചിതമായ രീതിയിൽ ഒക്കെ ആയിരിക്കും ചിന്തിച്ചിട്ടുള്ളത്. ഞാനൊരു സാധാരണക്കാരനാണ്. എൻ്റെ ചിന്തയിൽ എൻ്റെ ഒപ്പം നിന്ന് പ്രവർത്തിച്ച UDFിനൊപ്പമാണ്. തീർച്ചയായും എൻ്റെ നേതാക്കന്മാർ, എൻ്റെ സീനിയറായിട്ടുള്ള ഹൈക്കമാൻഡ് അടക്കം എന്നിൽ അർപ്പിച്ചിട്ടുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് തീർച്ചയായും ഈ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രവർത്തകരോടൊപ്പം നിന്നുകൊണ്ട് അത് നിറവേറ്റി കൊടുക്കും എന്നുള്ള കഠിന ദൃഢനിശ്ചയത്തിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും സഹായം ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. അതായത് തികഞ്ഞ വിജയപ്രതീക്ഷയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ളത്. പ്രത്യേകിച്ച് NDA സ്ഥാനാർത്ഥിയായി അജിത്ത് കൂടി വന്നത് CPIയെ ക്ഷീണിപ്പിക്കും എന്നതുകൂടി ബിനിമോന്റെ ഒരു പ്രധാനപ്പെട്ട കണക്കുകൂട്ടലാണ്. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.